കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ബാങ്കിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അവസാന ക്ലാസ്സോട് കൂടിയിട്ട് കോപ്പറേഷൻ പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. MCQ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവ തുടർന്ന് വരുന്നതാണ്. നോട്ടുകൾക്കും MCQ ക്വസ്റ്റ്യനുകൾക്കും ടെലഗ്രാം ലിങ്ക് വഴി ഫോളോ ചെയ്യുക. ഈ വീഡിയോയിൽ ബാങ്കിങ് മൊഡ്യൂള് തുടർച്ചയാണ്. ഇൻട്രോ മൊഡ്യൂളിലെ ഇനി പറയേണ്ടത് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ആണ്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന രണ്ട് മെയിൻ കാറ്റഗറിയിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ പ്രൈമറി ഫങ്ഷൻസ് മെയിനായിട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണി ആണല്ലോ, രണ്ട് കാറ്റഗറി ഉള്ളത്. അതിൽ ഓരോന്ന് നോക്കാം. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി കൊമേഴ്സ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാറ് ഇൻഡിവിജ്വൽസ്, ബിസിനസ്, അതർ എൻറ്റിറ്റീസ് തുടങ്ങിയ ആളുകളിൽ നിന്നാണ്. ബിസിനസ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ടൈലർഡ് ടു ദി നീഡ്സ് ഓഫ് ദിയർ കസ്റ്റമേഴ്സ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങളെ പോലെയല്ല ഒരു സാധാ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർക്ക് ഉണ്ടാവുക. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് തന്നെ വലിയ കോസ്റ്റ്ലി ആയ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നവരുണ്ടാവും. വളരെ ബേസിക് ആയ അക്കൗണ്ട്, പേരിന് മാത്രം ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിലുള്ളവരൊക്കെ ഉണ്ടാവും. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് അത്തരം അക്കൗണ്ടുകൾ വന്നിട്ടുണ്ട്, അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ നോക്കാം. ഫസ്റ്റ് വന്നത് സേവിങ് ഡെപ്പോസിറ്റ് ആണ്. സേവിങ് ഡെപ്പോസിറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സേവിങ് ഹാബിറ്റ്, അതിന് വേണ്ടിയിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു കറണ്ട് അക്കൗണ്ടുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള എല്ലാ ഫെസിലിറ്റീസും ഫങ്ഷൻസും ഫ്രീക്വൻസിയും ഒന്നും എന്തിന് കിട്ടിക്കോളുന്നുണ്ടാവില്ല, സേവിങ് അക്കൗണ്ടിന് കിട്ടലുണ്ടാവില്ല. നോക്കാം. ഇൻഡിവിജ്വൽസ് ഹു വാണ്ട് ടു സേവ്, അവരെ ഉദ്ദേശിച്ചുള്ള അക്കൗണ്ടാണ് സേവിങ് അക്കൗണ്ട്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന അക്കൗണ്ടൊക്കെ എന്തായിരിക്കും, സേവിങ് അക്കൗണ്ട് ആയിരിക്കും. അതിനൊരു ചെറിയൊരു ഇൻട്രസ്റ്റും എന്ത് ചെയ്യാറുണ്ട്, ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എൻകറേജ് സേവിങ്, വീണ്ടും പറയുന്നു, ഓഫറിങ് ആൻഡ് എൻകറേജ് സേവിങ് പ്ലസ് ലിക്വിഡിറ്റി, രണ്ട് ക്യാരക്ടർ കൂടിയുണ്ട്. എൻകറേജ് സേവിങ് കൂടെ ലിക്വിഡിറ്റി. ലിമിറ്റഡ് വിഡ്രോവൽ ലിമിറ്റ്സ് ഓർ റെസ്ട്രിക്ഷൻ മേ അപ്ലൈ. ഒരു ബ്രാഞ്ചിൽ നിന്ന് എത്ര വിഡ്രോവൽ, ATM വഴി എത്ര വിഡ്രോവൽ, അതിലൊക്കെ ലിമിറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. സേവിങ് അക്കൗണ്ടിന് ഒരു കറണ്ട് അക്കൗണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ലിമിറ്റഡ് ഉണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ജനറലി മോഡറേറ്റ് ആൻഡ് വെരി ബേസ്ഡ് ഓൺ ബാങ്ക് പോളിസീസ്. എല്ലാ ബാങ്കിനും ഒരേ റേറ്റ് ആവണമെന്നില്ല, പക്ഷേ നോർമലി ഒരു ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് അത്ര ഉണ്ടാവണമെന്നില്ല, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അത്ര ഉണ്ടാവണമെന്നില്ല. കറണ്ട് ഡെപ്പോസിറ്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബിസിനസ് ആൻഡ് എൻറ്റിറ്റീസിന് അവരൊക്കെ ഒരുപാട് ഫ്രീക്വൻ്റ് ആയ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഒരു മുകളിൽ പറഞ്ഞ സേവിങ് അക്കൗണ്ടിനെ പോലെ ആവില്ല. അവർക്ക് ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം അവരെന്ത് ചെയ്യാം, അവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് വന്നേക്കാം, വിഡ്രോവൽ പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് ഫ്രീക്വൻസി ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അവർക്ക് പറ്റിയ അക്കൗണ്ടാണിത്, കറണ്ട് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് ഫോർ വിഡ്രോവൽസ് ഓർ ഡെപ്പോസിറ്റ്. ഒരു ലിമിറ്റേഷൻസും ഇല്ല, മുകളിൽ പറഞ്ഞ ലിമിറ്റേഷൻസ് അവിടെ ഇല്ല. യൂഷ്വലി നോ ഇൻട്രസ്റ്റ് ബിയറിങ്, നോർമലി നോ ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. എങ്കിലും ഒരു പക്ഷേ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയേക്കാം. ഓഫൺ കംസ് വിത്ത് ഫെസിലിറ്റീസ് ലൈക്ക് ഓവർഡ്രാഫ്റ്റ് എന്ന ഫംഗ്ഷൻ കൂടെ എന്തിന് കിട്ടാറുണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് കിട്ടാറുണ്ട്. എല്ലാ കറണ്ട് അക്കൗണ്ട് കിട്ടിയില്ലെങ്കിലും കറണ്ട് അക്കൗണ്ടുകൾക്ക് മുകളിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഓവർ ഡ്രാഫ്റ്റ് ചെയ്യുക. ഓവർ എന്ന് പറഞ്ഞാൽ ഉള്ള ബാലൻസിനേക്കാൾ അപ്പുറത്തേക്ക് നെഗറ്റീവ് ആവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. എത്രയാണ് പിൻവലിച്ച് തൂക്കുക അതിന് മാത്രമേ ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. എന്നിത്യാദി ഗുണങ്ങളൊക്കെ ഓവർ ഡ്രാഫ്റ്റിനുണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 1 ഇയർ 2 ഇയർ അല്ലെ, അങ്ങനെ പല ഒരു ഫിക്സ്ഡ് കാലയളവിലേക്കുള്ള ഡെപ്പോസിറ്റാണ് ഇത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ലംസം എമൗണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് അത്രയും കാലം ബാങ്കിന് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിനേക്കാൾ സേവിങ് അക്കൗണ്ടിനേക്കാൾ എന്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാറുണ്ട്, FDക്ക് കിട്ടാറുണ്ട്. പിന്നെ വിഡ്രോവൽ ബിഫോർ മെച്യൂരിറ്റി, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. 1 ഇയർ എന്നാണെങ്കിൽ 1 ഇയറിന് മുമ്പേ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് പിൻവലിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മുകളിൽ അവർ സൂചിപ്പിച്ച രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടില്ല. മാത്രമല്ല ചെറിയൊരു പെനാൽറ്റി, മെച്യൂരിറ്റിന് മുമ്പേ പിൻവലിക്കാണല്ലോ, അപ്പോൾ അതിന് ചെറിയൊരു പെനാൽറ്റി കൂടി എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. ആക്ട് ആസ് എ സെക്യൂർ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ കസ്റ്റമേഴ്സ്.
ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സെക്യൂർ ആയ, കാരണം ബാങ്ക് ഡെപ്പോസിറ്റ് സെക്യൂർ എന്നാണ് നമ്മൾ കണക്കാക്കാറ് സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോഴും. പക്ഷെ റിട്ടേൺ കുറവാണെങ്കിൽ പോലും ഉള്ള റിട്ടേൺ എന്താണ്, അഷ്വേർഡ് ആണ്. അതുകൊണ്ട് FD ഒരു സെക്യൂർ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നും പറയാറുണ്ട് അവർക്ക് കസ്റ്റമേഴ്സിനെ. പിന്നെ 7 days to 10 year ആണ് FDക്ക് സാധാരണ നോർമലി അതിൻ്റെ ടേണർ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി പറയാറ്. അത്രയും കാലത്തേക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, FD ഇടാൻ പറ്റാറുണ്ട്. റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ റെക്കറിങ് നേച്ചറുള്ള ഡെപ്പോസിറ്റ് ആണ്. റെഗുലർ ആയിട്ട് സ്പെസിഫിക് എമൗണ്ട് സ്പെസിഫിക് പീരിയഡിലേക്ക് എന്ത് ചെയ്യും, കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്യും. ഡെയിലി ഇത്ര രൂപ, വീക്കിലി, മന്ത്ലി, 1000, 500 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ FD പോലെ ഇവിടെ എന്ത് കിട്ടാറുണ്ട്, ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ചും സേവിങ് അക്കൗണ്ടിന് കമ്പയർ ചെയ്യുമ്പോൾ. യൂസ്ഫുൾ ഫോർ ഇൻഡിവിജ്വൽ പ്ലാനിങ്, സിസ്റ്റമാറ്റിക് സേവിങ് ഫോർ ഫ്യൂച്ചർ നീഡ്സ്. സിസ്റ്റമാറ്റിക് സേവിങ്, വെറും സേവിങ് അല്ല, സിസ്റ്റമാറ്റിക് സേവിങ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ടെക്നിക്കാണ് എന്ത്, റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന RD. പിന്നെയാണ് നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ പുതിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്ന അക്കൗണ്ടാണ് BSBDA എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും എല്ലാവരിലേക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുക എന്നത് പോസിബിൾ അല്ല. കാരണം നമുക്കറിയാം, ഒരു സേവിങ് അക്കൗണ്ട് ഉള്ള ആളെ സംബന്ധിച്ച് ഡെബിറ്റ് കാർഡ് ഉണ്ടാവും. ആ ഡെബിറ്റ് കാർഡ് ആനുവലി ചാർജ് വരാറുണ്ട്, അല്ലാത്ത ഒരുപാട് സർവീസ് ചാർജ് വരാറുണ്ട്. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ പെനാൽറ്റി വരും. പല ബാങ്കുകളും മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പെനാൽറ്റി അടിച്ചിട്ടാണ് പ്രോഫിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത്, അല്ല ബിസിനസ് ആയിട്ടല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും മിനിമം ലെവൽ ലേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടായിരിക്കും എന്ത്, BSBDA എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതേ മാർഗ്ഗമുള്ളൂ, വേറെ ചാർജുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചാലേ ഉള്ളൂ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് സാധ്യമാവുള്ളൂ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ടേമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഒരു കാലത്ത് ബാങ്കിങ് സേവനം എല്ലാവരും എടുക്കാറില്ലായിരുന്നു, കുറേ ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് ആയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെറിയ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, കാരണം അവരുടെ സ്കോളർഷിപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിലേക്കാണ് വരിക. എന്നതുപോലെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. കാരണം സബ്സിഡികളാണെങ്കിലും എന്ത് കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ട് വഴി ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലൂടെ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്നത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നൊരു അക്കൗണ്ടാണ് ആദ്യമേ പറയാം, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BSBDA, ബേസിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന BSBDA. അതുകൊണ്ട് ഇതിന് ചിലവ് കുറവാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനെന്തായിരിക്കും, കുറവായിരിക്കും. നോ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്. മിനിമം ബാലൻസ് 500, 1000, അർബൻ റൂറൽ എന്ന് പറഞ്ഞിട്ട് സംഖ്യ ഒന്നും എന്ത് ചെയ്യേണ്ട, മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതില്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രീ വിഡ്രോവൽ ആൻഡ് ഡെപ്പോസിറ്റ് അലൗഡ്. നേരത്തെ പറഞ്ഞ സേവിങ് അക്കൗണ്ട് തന്നെ ലിമിറ്റഡ് വിഡ്രോവൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറ്റുമോ, ചാർജബിൾ ആയിരിക്കും എന്നേ ഉള്ളൂ. ഇവിടെ ലിമിറ്റഡേ ഉള്ളൂ. കാരണം ഒരു ബേസിക് അക്കൗണ്ട് ആണല്ലോ, ചെറിയ എമൗണ്ടിലെ ലിമിറ്റ് ഉണ്ട്. വർഷത്തിൽ ഇത്രേ പറ്റുള്ളൂ, ഒരു സമയത്ത് ഇത്ര അക്കൗണ്ട് ബാലൻസ് ഉണ്ടാകുള്ളൂ എന്നൊക്കെ എന്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, BSBDA ഒക്കെ ഉണ്ട്. പിന്നെ പ്രൊവൈഡ് ബേസിക് ബാങ്കിങ് ഫെസിലിറ്റീസ്, അതിന് വേണ്ടിയുള്ള അക്കൗണ്ടാണിത് BSBDA. സോ നോർമലി ഡെബിറ്റ് കാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ ടൈപ്പ് അക്കൗണ്ടാണിത് CASA, കറണ്ട് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് പ്ലസ് സേവിങ് അക്കൗണ്ട് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. എ കോമ്പിനേഷൻ ഓഫ് കറണ്ട് ആൻഡ് സേവിങ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് പ്രത്യേകത എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻറ്റ് ട്രാൻസാക്ഷൻ പോസിബിൾ ആണ്. സേവിങ് അക്കൗണ്ട് പ്രത്യേകത എന്താണ്, ഒരു നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. സേവിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും, CASA അക്കൗണ്ട് നോർമലി ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യും. ഫ്രീക്വൻസി ഇവിടെ ഉണ്ടാവില്ല, ഇഷ്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റും കൂടിയാണ് CASA. കറണ്ട് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ് എന്ന് പറയാറുണ്ട്. പിന്നെ അത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോ കോസ്റ്റ് ആണ്, ഫ്രീക്വൻസി കൂടുതൽ കിട്ടും. പിന്നെ അപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ് അക്കൗണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ CASAയിൽ വരുന്നത്. പിന്നെ വേറെ സിലബസിൽ പറഞ്ഞൊരു പോയിന്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ബിലോ 1 year മെച്യൂരിറ്റി പീരീഡ് ഉള്ള 7 to 1 year വരെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് CD. അത് നെഗോഷ്യബിൾ കൂടിയാണ്. നോർമലി ഇഷ്യൂഡ് ബൈ ബാങ്ക് അറ്റ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ബാങ്കുകൾക്ക് ഫണ്ട് റൈസ് ചെയ്യാനുള്ള മാർഗം കൂടിയാണ്. അപ്പോൾ അവരൊരു ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും.
ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യും, ഒരു കാലത്തേക്ക് അപ് ടു 1 ഇയറിലേക്ക് എന്ത് ചെയ്യും, ഇത് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആളുകൾക്ക് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം, അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ആ കാലയളവിൽ ഐഡിയൽ ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സീക്കിംഗ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് അഷ്യൂർഡ് റിട്ടേൺ. ഒരു ഭാഗത്ത് ബാങ്ക് ഇത് ഇഷ്യൂ ചെയ്യുകയാണ്, ബാങ്കിന് ഫണ്ട് റേസ് ചെയ്യാൻ. മറുഭാഗത്ത് ഫണ്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവർക്ക് എന്താണ് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഇത് CD എന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. മാത്രമല്ല ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ട് കൊടുക്കില്ല. അപ്പോൾ അഷ്യൂർ റിട്ടേൺ എന്താണ്, ഷുവറാണ്, എന്തായാലും റിട്ടേൺ കിട്ടുന്ന കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. CDൻ്റെ ഫീച്ചേഴ്സ് കൂടി നോക്കാം, കാരണം ബാക്കിയുള്ള അത്ര ഡീപ്പായി പോകേണ്ടതുണ്ടായിരുന്നില്ല, കാരണം അതിൽ ഒരു പണ്ടേക്കും ഐഡിയ ഉള്ളതായിരിക്കും. പക്ഷേ CD എല്ലാവർക്കും പരിചയം ഉണ്ടാവണമെന്നുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, കൊമേഴ്സ്യൽ ബാങ്ക് ഇഷ്യൂ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ഓതറൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാറുണ്ട്, CD ഇഷ്യൂ ചെയ്യാറുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വൽ കോർപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലേ, അതായത് ഇൻഷുറൻസ് പോലുള്ള കമ്പനികൾ, ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ. ഇതിന് നാച്ചുറൽ എന്താണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റിൽ മെച്യൂരിറ്റി പീരീഡിന് മുമ്പേ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ട്രാൻസ്ഫർ ചെയ്യാം, ട്രേഡ് ചെയ്യാം. എന്തിനെ പോലെയാണ്, FD പോലെയാണ്, ബട്ട് ഹയർ ലിക്വിഡിറ്റി ഡ്യൂ ടു ട്രേഡബിലിറ്റി. FD പോലെയാണ്, പക്ഷേ മാറ്റമുണ്ട്. FDക്ക് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ആ കാര്യത്തിൽ സെയിം ആണ്. പക്ഷേ FD ആ 1 ഇയർ FD ആണെങ്കിൽ 1 ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളത്, 1 ഇയർ കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റും അതിനൊന്നും പിന്നെ കിട്ടൂല, കാരണം അതിന് പെനാൽറ്റിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്താണ്, നെഗോഷ്യബിൾ ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്, അത് ട്രേഡബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും എവിടെ, CDക്ക്. 1 ഇയർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ 6 മന്ത് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് 6 മന്ത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ട്രേഡ് ചെയ്യാം. ടേണർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, മിനിമം 7 days മാക്സിമം 1 ഇയർ ആണ് എന്ത് CDൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വ്യത്യാസമുണ്ട്. CD എത്രയാണ്, 1 ഇയർ ടു 3 ഇയർ ആണ്. അപ് ടു 3 ഇയർ വരെ എന്ത് കിട്ടും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്. മുമ്പ് ചോദിച്ചൊരു MC ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് 1 ഇയർ ടു 3 ഇയർ ആണ്. അല്ലാത്തവർക്കൊക്കെ എന്താണ്, ബാങ്കുകൾക്ക് എന്താണ്, പിന്നെ 7 days to 1 ഇയർ ആണ്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കേസ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആർ ഫിക്സഡ്, വെരി ബേസ്ഡ് ഓൺ ഇഷ്യൂയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടേണർ ആൻഡ് പ്രിവൈലിംഗ് മാർക്ക് കണ്ടീഷൻ അനുസരിച്ച് മാറിയേക്കാം, ടേണർ കൂടുന്നതനുസരിച്ച് മാറിയേക്കാം, ഇഷ്യൂയിങ് ഇൻസ്റ്റിറ്റ്യൂഷനനുസരിച്ച് എന്ത് ചെയ്യും, ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ മാറ്റം വന്നേക്കാം. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പയർഡ് ടു സേവിങ് അക്കൗണ്ട്, ബട്ട് ജനറലി സിമിലർ ഓർ സ്ലൈറ്റ്ലി ലോവർ ദി FDയേക്കാൾ ഒരു അനക്കം മേലക്കോ താഴേക്കോ മാറ്റം ഉണ്ടെങ്കിലും എന്തിനേക്കാൾ കൂടുതലായിരിക്കും, സേവിങ് അക്കൗണ്ട് ഇൻട്രസ്റ്റിനേക്കാൾ എപ്പോഴും CD എന്താണ്, കൂടുതലാണ്. എമൗണ്ട് ശ്രദ്ധിക്കണം, പഴയ മെറ്റീരിയലും 1 lakh ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിനിമം എമൗണ്ട് ഫോർ CD എത്രയാണ്, ഇന്ത്യയിൽ 5 lakh ആണ്. CD ക്യാൻ ഇഷ്യൂഡ് ഇൻ മൾട്ടിപ്പിൾ ഓഫ് 5 lakh. 5 ലക്ഷമാണ് മിനിമം, അല്ലെങ്കിൽ 5 ലക്ഷത്തിന് ഗുണിതങ്ങളോ ആവണം എന്ത്, CDയുടെ എമൗണ്ട്. ഈ ക്ലാസ്സിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ഭാഗം ലെൻഡിങ് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.